ഹലോ എവരി വൺ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആ, മല്ലു പഞ്ചാബി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു രാജ്മ ചാവൽ ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ കേരളത്തിലൊക്കെ അത് ഫേമസ് ആയി തുടങ്ങി, രാജ്മ റൈസ്. രാജ്മ നമുക്ക് കാണിക്കാൻ എങ്ങനെയാണ്, അത് ഒരു ദിവസം മുമ്പ് നമ്മളത് കുതിർത്ത് വെക്കണം. അപ്പോഴേ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്നാൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. 2 ദിവസത്തെ പ്രോസസ്സാണ് കേട്ടോ ഇതിന്. നല്ല രസമാണ് കേട്ടോ, നല്ല പ്രോട്ടീൻ യുക്തമായിട്ടുള്ള ഭക്ഷണമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നല്ല ഇപ്പോൾ അവിടെയൊക്കെ കിട്ടും. ഇപ്പോൾ അവിടെയൊക്കെ ജനറൽ സ്റ്റോറിൽ, മോളിലൊക്കെ എല്ലാ ഇതിലും കിട്ടുമായിരിക്കും. രാജ്മ എന്ന് പറഞ്ഞ പേര്. ഓക്കെ, നല്ലതാണ് കേട്ടോ, നല്ല പ്രോട്ടീൻ യുക്തമായ ഇതാണ് രാജ്മ റൈസ്. ഓക്കെ, ലെറ്റസ് ഗോ. വരൂ. രാജ്മ നമ്മൾ രാത്രിയിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഇപ്പം നോക്കൂ, അത് നല്ലോണം ഒന്ന് വേർത്തു അല്ലേ. അതിപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഇത് കുതിർത്ത് വെച്ച വെള്ളമാണ്. പക്ഷെ ഇത് ചിലവരൊക്കെ ഇതിൽ ഇടും കേട്ടോ, പക്ഷെ ഞാൻ ഇടാറില്ല. എന്താ വെച്ചാൽ പറയണത് എന്താ വെച്ചാൽ ഇത് കൂട്ടുമ്പോൾ നമുക്ക് ഇൻഡൈജഷൻ്റെ ഒക്കെ പ്രോബ്ലം വരുന്നുണ്ട്, ഗ്യാസിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മളെപ്പോഴും കുതിർത്ത് വെച്ചത് വെള്ളം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്രയാണോ രാജ്മ ഇട്ടത് അതിൻ്റെ ഒരു 3 ഇരട്ടി വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ എനിക്കൊരു ഗ്ലാസ്സിലാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ അനുസരിച്ച് ഞാനിപ്പോൾ ഒരു 3 ഇരട്ടി, അതായത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നോക്കിയാലും മതി. നമ്മളിങ്ങനെ വിരൽ വെച്ച് നോക്കുക. ഓക്കെ, ഈ വിരലിൻ്റെ ഇതുവരെ വെള്ളം വരണം. എത്രയാണോ രാജ്മ കിടക്കുന്നത് അതിൻ്റെ ഇതുവരെ വെള്ളം വന്നാൽ അത് നല്ലതാണ്. അപ്പം ഞങ്ങളൊക്കെ കുറച്ച് എന്താ പറയുക, കുറച്ച് വെള്ളമായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ രാജ്മ. നമുക്കത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്കിതിനെ ഒന്ന് തിളപ്പിക്കണം. ആദ്യം നമുക്കിതിനെ തിളപ്പിക്കുകയാണ് വേണ്ടത്. അതായത് ഒരു 5-6 വിസിൽ വരണം കേട്ടോ. 6 വിസിൽ എങ്ങനെയായാലും വരണം, അപ്പോഴേ അതൊന്ന് വേവുള്ളൂ. അതിന് ശേഷം നമ്മൾ എന്താ പറയുക, മസാല ഉണ്ടല്ലോ അത് ഉണ്ടാക്കിയിട്ട് ഇടാം. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇപ്പോൾ ഇടണുള്ളൂ. പിന്നെ നമ്മൾ ആ മസാല ഉണ്ടാക്കുമല്ലോ, എന്താ പറയുക, ഉള്ളിയും വെളുത്തുള്ളിയും എന്താ പറയുക, ഇഞ്ചിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം ബാക്കി മസാലകൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് നമുക്കൊരു 5 സീറ്റ് വരെ ആവട്ടെ. നമുക്കിതിൻ്റെ രാജ്മ നമ്മുടെ വെന്തു. ഓക്കെ, ഇനി നമുക്കതിന് വേണ്ട മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സവാള, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 ടൊമാറ്റോ വേണം കേട്ടോ. ടൊമാറ്റോ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു പുളിപ്പുള്ള ഇതല്ലേ, അപ്പോൾ അത് നല്ല രസമാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ കുറച്ചധികം തക്കാളി യൂസ് ചെയ്യും. നല്ലതാണ് അത് കേട്ടോ. പിന്നെ 2 പച്ചമുളകും കൂടി ഇടാം. ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ ഈ ഉള്ളിയും പിന്നെ നമ്മുടെ ഗാർലിക്കും ഇഞ്ചിയും കൂടിയിട്ട് അരച്ചെടുക്കാം. അതാണ് ആദ്യം അരച്ചെടുക്കേണ്ടത്. പിന്നെ പച്ചമുളകും ടൊമാറ്റോയും പിന്നെ നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ. നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം, റിഫൈൻഡ് ഓയിൽ. ഒരു 4 സ്പൂൺ മതിയാവും. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം, റിഫൈൻഡ് ഓയിൽ. ഒരു 4 സ്പൂൺ മതിയാവും.
നമുക്കിതിലേക്ക് ആ അരപ്പ് ചേർക്കാം കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർക്കാം. നല്ലോണം ഒന്ന് മൂക്കുമ്പോൾ മതി. മറ്റേ നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ഇതിപ്പോൾ നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ്, വെളുത്തുള്ളിയും പിന്നെ 2 ഉള്ളിയും സവാളയും പിന്നെ ഇഞ്ചിയും കൂടി അരച്ചതാണ്. ഇതൊന്ന് നല്ലോണം ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ 3 ടൊമാറ്റോയും 2-3 പച്ചമുളകും ചേർത്ത മിശ്രിതം നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിനിപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റണം. ഓക്കെ, ഇതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം. മസാലയായിട്ടൊന്നും അധികം ഇല്ല കേട്ടോ. നമുക്ക് ആവശ്യം ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു 2 സ്പൂണ് എന്താ പറയുക മല്ലിപ്പൊടിയും പിന്നെ 1 സ്പൂണ് മുളക് പൊടിയും. പിന്നെ നമുക്ക് മുളക് അവനവൻ്റെ ആവശ്യത്തിന് ചേർത്താൽ മതി. എന്താ വെച്ചാൽ ഓൾറെഡി നമ്മളിപ്പോൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതിൽ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് ഉപയോഗിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇവിടെ കുരുമുളക് പൊടിയാണ് അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് മുളക് പൊടി ഇടാം ഇത്ര ആവശ്യിച്ചാലേ. ഇതിപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി വരട്ടെ. ഓക്കെ, നമുക്ക് കുറച്ച് ഉപ്പിടാം. വളരെ എളുപ്പമാണ് കേട്ടോ. ഇവിടെ നോർത്ത് ഇന്ത്യയിലെ മിക്ക കറികളും അതിൻ്റെ ബേസ് എങ്ങനെയാണ്, അതായത് ഒരു ഉള്ളിയും തക്കാളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും, ഇതാണ് ഇപ്പോൾ ഷാഹി പനീർ ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഇറച്ചിക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. എന്താ വെച്ചാൽ ഇവിടങ്ങളിലെ ആൾക്കാർ നാളികേരം ഉപയോഗിക്കില്ലല്ലോ, അതുകൊണ്ട് അവരൊക്കെ ഈ ബേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ചിലവരുണ്ട് രാജ്മ മസാല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടും, അതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എപ്പോഴും ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. മനസ്സിലായോ? കുറച്ച് ഗരം മസാല ഇടുക, അത്രയേ ഉള്ളൂ. നല്ലോണം നോക്കൂ. ഞാനിപ്പോൾ ഇതിൽ എന്താ പറയുക ചുമന്ന മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷെ അപ്പോഴും നോക്കി എന്ത് രസമാണ് ചുവപ്പായിട്ടിരിക്കണം അല്ലേ. എന്താ വെച്ചാൽ ടൊമാറ്റോ എപ്പോഴും നല്ല ചുവന്ന ടൊമാറ്റോ വാങ്ങിക്കുക. അപ്പോൾ അതിൻ്റെ കറിക്ക് തന്നെ ഒരു നല്ലൊരു ചുവപ്പ് കിട്ടും. ഇനി നമുക്ക് കുറച്ച് ഞാൻ ഇത്രയേ ഉപയോഗിക്കണുള്ളൂ കേട്ടോ, കുറച്ചേ ഉപയോഗിക്കണുള്ളൂ. എന്താ ഇതിന് പറയുക എനിക്കിടയ്ക്ക് പേരുകൾ മറന്നു പോകും. അതായത് ഇവിടെ ഇപ്പോൾ മിർച്ച് പൗഡർ എന്ന് പറയും. അപ്പോൾ നമുക്കത് അതിൻ്റെ പേര് മറന്നു പോകും. മുളക് പൊടി പിന്നെ നമ്മളിപ്പോൾ ആവശ്യത്തിന് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി. ഓക്കെ, അത്ര ഇടണ്ടു. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഓക്കെ, വളരെ എളുപ്പമാണ് ഇവിടുത്തെ കറികൾ ഉണ്ടാക്കുക പറഞ്ഞാൽ, വളരെ എളുപ്പമാണ്. നമുക്ക് കേരളത്തിലത്തെ കറികൾക്കാണ് ഒരുപാട് സമയം വേണം അല്ലേ. ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഇതാവും. രാവിലെ പനീരുണ്ടാക്കിയതുണ്ട്, അതും ഇതും കൂടി കഴിക്കാം. ഉച്ചയ്ക്ക് ചോറാണ് ഇതിന് നല്ലത് രാജ്മയുടെ ഒപ്പം. ഒന്ന് നന്നായിട്ട് ഇതാവട്ടെ. നമ്മുടെ രാജ്മ നോക്കൂ, വെന്തു കേട്ടോ. കണ്ടില്ലേ ഇങ്ങനെ പൊടിഞ്ഞ് വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ചിതിൽ വെള്ളം ഇത്ര വേണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചോറിൻ്റെ ഒപ്പം കഴിക്കേണ്ട കറിയല്ലേ. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ മസാല ചേർത്തിട്ടില്ല കേട്ടോ. അത് ചേർക്കുമ്പോൾ കുറച്ചും കൂടി എൻഹാൻസ് ആവും അതിൻ്റെ കളറൊക്കെ. നോക്കൂ, നല്ലോണം വെന്തു. അത്ര വെന്താൽ മതി. വെന്തു, നന്നായിട്ട് വെന്തു. ഇവിടെ ഉടയണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കൂ,
ഇത് നമുക്ക് നമ്മുടെ ഈ തടക്കയും കൂടി ചേർക്കണം. നല്ലോണം ആയി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വേണിച്ചാൽ ഇത് ഇട്ടിട്ട് അതിൽ ഒന്നും കൂടി നമുക്കതിനെ ഒരു വിസിലും കൂടി അടിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതാക്കി കിട്ടും. ഇന്ന് നമുക്ക് ജീര റൈസും കൂടി ഉണ്ടാക്കാം. രാജ്മയുടെ അപ്പോൾ എപ്പോഴും ജീര റൈസ് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് ഇന്ത്യ ഗേറ്റിൻ്റെ സൂപ്പർ ചാവലാണ്, നല്ലതാണ് കേട്ടോ ഇത്. ഈ ഗ്ലാസ്സിന് ഞാൻ 1.5 ഗ്ലാസ്സാണ്, എനിക്ക് ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ. ഈ ഗ്ലാസ്സിന് ഞാൻ 1.5 ഗ്ലാസ്സാണ് ഇത് എടുത്തിരിക്കുന്നത് അരി. ഇതൊന്ന് കഴുകിയിട്ട് നമുക്കതിലേക്ക് ഇടാം. ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. ഇതിൽ നമുക്ക് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു 2 ഇത് ഇട്ടിട്ടുണ്ട്, പട്ട. പിന്നെ ഇതിൽ വേണമെച്ചാൽ നമുക്ക് ലോങ് ഇടാം കേട്ടോ. ലോങ് ഉണ്ടല്ലോ, എന്താ അതിന് പറയാം, ഗ്രാമ്പൂ, അതിട്ട് നല്ലതാണ്. പക്ഷേ പിള്ളേരുടെ വായിൽ കടിക്കും പറഞ്ഞിട്ട് അത് ഞാൻ ഇടാറില്ല. അപ്പം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ചോറിന് അരി എടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെ, ഞാനിപ്പോൾ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഓക്കെ, എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു ഇരട്ടിയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. അല്ല, ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചിലർക്ക് ചോറിന് ഉപ്പിടുന്നത് ഇഷ്ടമല്ല, അപ്പോൾ ഇടണ്ട. ഞാൻ പിന്നെ ഇത് ജീര റൈസിൽ മാത്രം ഇടാറുണ്ട്, അല്ലാത്തതിനൊന്നും ഇടില്ല. നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. നെയ്യ് ഉപയോഗിച്ചിട്ട് അതിൽ നമ്മളിങ്ങനെ ഇതൊന്ന് തിളച്ച് വരട്ടെ. ചൂടായ വെള്ളമാണ്, പക്ഷെ ഒന്നും കൂടി തിളക്കട്ടെ. എന്നിട്ട് നമുക്കത് അരിയിടാം. നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചിട്ടോ. ഇനി നമുക്കതിലേക്ക് അരിയിടാം. നല്ല മണമുള്ള അരിയാണ് കേട്ടോ. നല്ല ബിരിയാണിക്കൊക്കെ പറ്റിയ അരിയാണ്. അപ്പോൾ ഒരു എത്രയാണോ അരി ഇടണം അതിൻ്റെ ഡബിൾ. ഓക്കെ, ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്കിതിനെ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് മതിയാവും. അടച്ച് വെച്ചിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ സിമ്മിലാക്കിയിട്ട് അപ്പോൾ നമ്മുടെ അത് ചോറ് ശരിയായി കേട്ടോ. ജീര റൈസ് നല്ല മണമാണ് കേട്ടോ ഇതിന്. ബാസ്മതി റൈസ് അല്ലേ, അതുകൊണ്ട് നല്ല മണമുണ്ട്. ഒരു വറ്റ് തൊടാണ്ട് വേണം കുട്ടികൾക്ക്. വെന്ത് നല്ലോണം. ഓക്കെ, ഞാൻ നമുക്ക് ചോറുണ്ണാം. അപ്പോൾ നമ്മുടെ ലഞ്ച് തയ്യാറായി കേട്ടോ. രാജ്മ, പിന്നെ ഇന്ന് ഇതുണ്ടാക്കിയിട്ടുണ്ട് മത്തി പൊള്ളിച്ചത്. മത്തി കുക്കറിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറ്. മത്തി കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഒരു ദിവസം നമുക്ക് കാണാം. ഓക്കെ, എന്തായാലും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരൂ. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ പ്ലീസ്. ടേക്ക് കെയർ.